കൂട്ടുകാർക്കും നമസ്കാരം. JB ഫ്ലവർ ഗ്രീനിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കും ഇവിടെ അധികം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുക്കിംഗ് ബ്യൂട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? എല്ലാവർക്കും എൻ്റെ കുക്കിങ്ങൊക്കെ ഒരുവിധം അറിയായിരിക്കും. എന്നാലും ഞാൻ പുതിയ തലമുറയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് കുക്കൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ അറിയണവർ ക്ഷമിക്കുക, അല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ പറയുക, ഞാനിത് ഇന്നത്തെ നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. വിറ്റാമിൻ സി ഒരുപാടുള്ളതാണ്. അപ്പം അത് വെച്ചിട്ട് 2 റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഒരു ജ്യൂസും ഒരു കറി, നെല്ലിക്ക രസം. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി കണ്ടാലോ? അപ്പം എന്നാൽ നമുക്ക് എൻ്റെ റെസിപ്പി പോയി കണ്ടില്ല. ഓക്കെ. ഹായ് കൂട്ടുകാരെ, നമുക്ക് നെല്ലിക്ക വെച്ചിട്ട് ഒരു അടിപൊളി രസം ഉണ്ടാക്കിയാലോ? അതെങ്ങനെ തയ്യാറാക്കണേ നോക്കിയാലോ? നമുക്ക് രസം തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ. ഒരു പഴുത്ത തക്കാളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, പിന്നെ 3-4 നെല്ലിക്ക, മല്ലിയിലയും കറിവേപ്പിലയും. മല്ലിയില ഒട്ടും ഒഴിവാക്കരുത് കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റും കൂടി നെല്ലിക്കയുടെ ടേസ്റ്റും കൂടി ആകുമ്പോഴതിന് നല്ലൊരു രുചി ഉണ്ടാകാം. പിന്നെ നിങ്ങൾക്ക് അധികം ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ സാധനങ്ങൾ എടുക്കാം കേട്ടോ. നെല്ലിക്ക കൂട്ടിയെടുക്കാം, പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും കൂടുതൽ എടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കുരുമുളക്, ജീരകം, കായം ആണ്. ഞാൻ കായപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു കഷ്ണം കായം ഉണ്ടെങ്കിൽ കായം എടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം. രസത്തിനെ നെല്ലിക്ക വലുതാണെങ്കിൽ ഇങ്ങനെ 2 കഷ്ണമാക്കി ഇടാം. പിന്നെ ചെറുതാണെങ്കിൽ നമ്മളിങ്ങനെ വരയാം. ഇങ്ങനെ വരഞ്ഞ് എടുക്കുക. അപ്പോഴാണ് നെല്ലിക്കയിൽ ഉപ്പും മുളകും എല്ലാം പിടിക്കുള്ളൂ. പിന്നെ ആണെങ്കിൽ എത്രയും നെല്ലിക്ക വേണമെങ്കിൽ എടുത്താലും അത്രയും നല്ലതാട്ടോ. നെല്ലിക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലെ കറി ഉണ്ടാക്കി കൊടുത്താൽ നെല്ലിക്ക രസമാണെന്ന് അറിയില്ല. ഈ നെല്ലിക്ക കഴിക്കാനാണ് നല്ല ടേസ്റ്റ്, ഈ രസത്തിലിട്ട് നെല്ലിക്ക. പിന്നെ തക്കാളി അരിയ, ഇഞ്ചി ചെറുള്ളിയൊക്കെ ചതയ്ക്കുക, പച്ചമുളക് ചതയ്ക്കുക, വെളുത്തുള്ളി ചതയ്ക്കുക, പിന്നെ കുരുമുളകും ജീരകവും ചതച്ച്, മിക്സിയിൽ ചതയ്ക്കണ്ട, ചതച്ചിടാം ജീരകം. അപ്പം നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ചതയ്ക്കണ കല്ലില്ലേ, അതിൽ കുരുമുളക് ഇട്ടു, പിന്നെ ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ചതച്ചെടുത്തു കേട്ടോ. പിന്നെ 2 ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ചതയ്ക്കാം കേട്ടോ. ഇത് ഇത്രയും ചതഞ്ഞാൽ മതി കേട്ടോ. ഉണക്കമുളകും കുരുമുളകും ജീരകമൊക്കെ ഇത് നമ്മൾ മുഴുവനൊക്കെ എടുക്കാൻ നോക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയൊന്നും ഉപയോഗിക്കരുത്. എന്നാലാണ് മുഴുവനായിട്ടുള്ള കുരുമുളകും ജീരകമൊക്കെയാണ് നല്ലത്. ഇതുപോലെ ചതച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടി ചതച്ചു, പച്ചമുളകും ചതച്ചു. അപ്പോൾ നമ്മൾ കുരുമുളകും ജീരകവും ഉണക്കമുളക് ഇത്രയും ചതഞ്ഞാൽ മതി കേട്ടോ. ഇതൊക്കെ ഇത്രയും ചതഞ്ഞാൽ മതി, ഒരുപാടൊന്നും ചതഞ്ഞ് പൊടിയാവണ്ട. ഇത് ചതച്ച് വെച്ചു. പിന്നെ തക്കാളി അരിഞ്ഞു. ഈ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇത്രയും ചതഞ്ഞാൽ മതി, ഒരുപാട് വേണ്ട. പിന്നെ നെല്ലിക്ക അരിഞ്ഞു വെച്ചു, മല്ലിയില, തക്കാളി. ഇപ്പോൾ റെഡിയാക്കാട്ടത്. ഇപ്പോൾ രസം തയ്യാറാക്കാൻ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, ചൂടായി. കടുകിടാട്ടോ. കടുകിട്ടിട്ട് 2 ഉലുവ പൊട്ടുക. ഉലുവ പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പച്ചമുളകും ചതച്ചിട്ടുണ്ട്. നന്നായിട്ട് ചേർക്കുക. ഇനി ചെറുതായിട്ട് വഴറ്റിയാൽ മതി, ഒരുപാട് സമയം വഴറ്റണ്ട. അതിനുശേഷം തക്കാളി വഴറ്റുക. തക്കാളി ഇടുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇതും കൂടി നന്നായിട്ട് വഴറ്റാം. തക്കാളി ഇത്രയും എന്താ മതി കേട്ടോ. ഇതേ പരിവായാൽ മതി. നമുക്ക് നെല്ലിക്കണം. നെല്ലിക്കയാണല്ലോ ഇതിൽ താരം. സാധാരണ എല്ലാവരും രസം വയ്ക്കാറുണ്ട്, പക്ഷെ നെല്ലിക്കയുടെ രസം വയ്ക്കുമ്പോഴേ നമുക്ക് നെല്ലിക്കയുടെ കഷ്ണങ്ങൾ പെറുക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ്.
പിന്നെ നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ, ഒന്നും ഞാൻ പറയണ്ടല്ലോ. ഇനിയിപ്പോൾ നെല്ലിക്ക ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. പച്ചയ്ക്ക് ഇടാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് വാടണം. അതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി, കുറച്ച് മതി കേട്ടോ, കായപ്പൊടി ഇട്ട് നമ്മൾ പൊടിച്ച് വെച്ച കുരുമുളകും ജീരകം ഉണക്കമുളകും ഒക്കെ ഇട്ട് ഇതൊക്കെ അങ്ങനെ ഇടാം കേട്ടോ. നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം മല്ലിയിലയും കറിവേപ്പില അങ്ങോട്ട് ഇട്ടു. ഇത് നമുക്ക് തൊണ്ടവേദന, പനി, ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്ക് കുടിക്കാൻ നല്ലതാണ്. നെല്ലിക്ക ജ്യൂസൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളോ വലിയവർക്കൊക്കെ കഴിക്കാം. എരിവും പുളിയും ജീരകവും വയറിനും നല്ലതാണ്. നമ്മളെന്തെങ്കിലും ഹെവി ആയിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ രസം കുടിച്ചു കഴിഞ്ഞാൽ അതല്ല സദ്യക്കൊക്കെ, അങ്ങനെയല്ല പച്ചക്കറി സദ്യക്കൊക്കെ. അപ്പോൾ ഇതുപോലെ വഴന്നിട്ടുണ്ട്. നമ്മൾ കുതിർത്തി വെച്ച പുളിയില്ലേ, അതൊഴിക്കാം കേട്ടോ. രസത്തിന് പുളിയാണല്ലോ വേണ്ടത്, പുളിയില്ലാതെ എന്ത് രസം അല്ലേ. അപ്പോൾ ഇനി ബാക്കി ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. പാകത്തിന് വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വേണ്ട കേട്ടോ. രസമെന്ന് പറഞ്ഞാൽ ഒരു പരിധിയില്ല വെള്ളം ഒഴിക്കാനായിട്ട്, എത്ര മതി. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ടു പാകത്തിന്. ഉപ്പ്, പുളി, എരിവ് ഒക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ പറയണതാണ്, ചിലർക്ക് എരിവ് കൂടുതൽ വേണം, ഉപ്പ് കൂടുതൽ വേണം, പുളി കൂടുതൽ വേണം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ രസം എന്തായി നോക്കിയാലോ, നല്ല തിളയ്ക്കണ സൗണ്ട് കേൾക്കുന്നുണ്ട്, മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ആഹാ, സൂപ്പറായിട്ടുണ്ട് കണ്ടോ. ഇതാണ് 3-4 തിള തിളച്ചാൽ മതി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇതേപോലെ 3-5 തിള തിളച്ചിട്ടിട്ട് പിന്നെ തീ ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം അത് ഓഫാക്കി ഇടാം ചട്ടിയിൽ. അപ്പോൾ ചൂടാറുമ്പോൾ നെല്ലിക്കയുടെ എന്താ പറയുക, നീരൊക്കെ അതിലിറങ്ങും. എന്നിട്ട് ഇത്തിരി തണുത്തതിന് ശേഷം കഴിക്കാൻ പാടുള്ളൂ നമ്മൾ. നെല്ലിക്ക രസേ എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. ടേസ്റ്റ് നല്ല ടേസ്റ്റുണ്ട്, നല്ല എരിവും നെല്ലിക്കയുടെ പുളിയും കുരുമുളകും ജീരകവും എല്ലാം കൂടി നല്ലൊരു അടിപൊളി രസം. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കൂട്ടോ. നമുക്ക് ബാക്കി രുചിയില്ലാത്ത സമയത്ത്, പനി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു രസമാണ്. പിന്നെ നെല്ലിക്ക കഷ്ണങ്ങളുണ്ടല്ലോ, അത് കഷ്ണം കറക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നെല്ലിക്ക രസം. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ കൂട്ടി കഴിക്കുന്ന പോലെ നമുക്ക് ആ കഷ്ണം, അത് നെല്ലിക്ക നിറയെ ഇല്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. പറഞ്ഞാലറിയുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. നെല്ലിക്ക നമ്മൾ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ വേറൊരു പുളിയും ചവർപ്പൊക്കെ അല്ലേ, പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഈ നെല്ലിക്ക കഷ്ണം പറക്കി തിന്നാനേ നല്ല ടേസ്റ്റാട്ടോ. പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോളൂ. നെല്ലിക്ക, കുരുമുളക്, ജീരകം, മല്ലിയില, എല്ലാത്തിൻ്റെയും ആരോഗ്യ ഗുണങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പനി ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ വായിക്കൊരു രുചിയില്ലെങ്കിൽ രസം വെറുതെ ഉണ്ടാക്കണേലും വേദം നമുക്ക് വിറ്റാമിൻ സി ഒക്കെ നന്നായിട്ടുള്ളതല്ലേ നെല്ലിക്കയിൽ. അപ്പോൾ ഇതിലുള്ള ചേരുവകളൊക്കെ ആരോഗ്യത്തിന് ഗുണങ്ങളുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പം ഞാൻ പുതിയ വീഡിയോകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എന്നും പറയണ പോലെ ഇഷ്ടത്തോടെ പാചകം ചെയ്യുക, സ്നേഹത്തോടെ വിളമ്പുക. അപ്പോൾ അതിന് പ്രത്യേക രുചി വിടും. ശരിക്കും കാര്യമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നമുക്ക് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിലേക്ക് പോകാം. കയ്യിലും കാലിലൊക്കെ നല്ല സ്കിന്നൊക്കെ ഡ്രൈ ആയിരിക്കില്ലേ, കയ്യിലും കാലിലും കേട്ടോ.
ഇപ്പൊ മഞ്ഞാണ് പ്രത്യേകിച്ച് കൂടുതലുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് ഞാൻ പറയണത്. ഗ്ലിസറിൻ അല്ലേ, ഗ്ലിസറിൻ എടുക്കുക, കുറച്ച് 1 സ്പൂൺ. അത് നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അളവ് ഞാൻ കാണിച്ചു തരുന്നതാണ്. അതിന് അതേപോലെ തന്നെ റോസ് വാട്ടർ, ഇതിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് റോസ് വാട്ടർ കേട്ടോ. ഇത് നല്ല നോക്കി വാങ്ങിക്കോളും റോസ് വാട്ടറൊക്കെ. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് വിരലുകൊണ്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമുക്ക് ഡ്രൈനെസ് ഉള്ളിടത്ത് കയ്യിൽ കാലിലൊക്കെ കുളി കഴിഞ്ഞിട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ല മാറ്റം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% എന്താ പറയുക, ഗ്യാരണ്ടി എന്ന് പറയാം. അത്രയ്ക്ക് നല്ല എൻ്റെ കസ്റ്റമേഴ്സ് ഒക്കെ ചെയ്തിട്ട് റിസൾട്ട് പറഞ്ഞതാണ്. നിങ്ങൾ മടിയൊന്നും കൂടണ്ട. നമ്മൾ വല്ല ക്രീമുകളോ ബോഡി ലോഷനൊന്നും അധികം പറ്റാണ്ട് നല്ല ഡ്രൈനെസ് മുരിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ അതുള്ളൊരു എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിട്ടാ. എന്നിട്ട് കമന്റ് ഇട്ടോളൂ, ചേച്ചി അങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ട് ക്ലിയർ ആയിരുന്നു. അപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടാ.